ഓൾ കേരള മുജീബ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നെടുങ്കായം വനത്തിൽ 270ഓളം സീഡ് ബോളുകൾ നിക്ഷേപിച്ചു. കരുളായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PK മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നെടുങ്കായം വനത്തിൽ 270 സീഡ് ബോളുകൾ നിക്ഷേപിച്ച് മുജീബ് കൂട്ടായ്മ. പ്രകൃതിയുടെ പുനരുജ്ജീവനത്തിൽ പങ്കാളികളായിട്ടാണ് മുജീബ് കൂട്ടായ്മ നെടുങ്കായം വനത്തിൽ 270ഓളം സീഡ് ബോളുകൾ നിക്ഷേപിച്ചത്. പരിപാടി കരുളായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായ PK മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതന്നെ ഒരുപാട് മാറ്റമുണ്ട്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം. അത് നമ്മളെ സാധിക്കുന്ന തരത്തിലുള്ള ടീം കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ പല കുട്ടികളായിട്ടും ഇതുപോലെ സംഘ പ്രവർത്തകരായിട്ട് ഓൾ കേരള ലെവലിൽ ഇതുപോലെ തന്നെ ചെയ്യാം. കഴിഞ്ഞ മാസങ്ങളിൽ ഒരു 2 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഒന്നുകൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു മാറ്റമാണ്. ഇത്തരം മാറ്റങ്ങൾ നമ്മളെ വനത്തിൽ വരുത്തിയാൽ മാത്രമേ വന്യജീവികളെ ഇവിടെ നിലനിർത്താൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പോകുമ്പോൾ കാണാൻ കരിമ്പുഴ. ഇത് കരിമ്പുഴയിൽ നിങ്ങൾ ആദ്യം വന്നത് ചെറുപുഴയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പുഴയാണ്. വന്യജീവികൾ നേരിടുന്ന ആഹാരക്ഷാമം, ആവാസ വ്യവസ്ഥയുടെ നാശം തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. മുളയുടെ വിത്തുകൾ വനത്തിൽ നിന്നും ശേഖരിച്ച് തയ്യാറാക്കിയ സീഡ് ബോളുകൾ വന്യജീവികൾക്കുള്ള ഭക്ഷ്യസ്രോതസ്സുകൾ പുനഃസ്ഥാപിക്കാനും മനുഷ്യ വന്യജീവി സംഘർഷം കുറക്കാനും സഹായകമാകുന്ന ഒരു പ്രായോഗിക മാർഗമാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ CT അഷറഫ്, വന്യജീവി ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകനുമായ VM സാദിഖ് അലി, ഫോറസ്റ്റ് വാച്ചർ മാലതി തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി. ഓൾ കേരള മുജീബ് കമ്മ്യൂണിറ്റിയിലെ 30ലധികം അംഗങ്ങൾ പരിപാടിയിൽ പങ്കാളികളായി. കേരള മുജീബ് കമ്മ്യൂണിറ്റി സംസ്ഥാന പ്രസിഡന്റ് മുജീബ് പാണ്ടിക്കാട് ട്രോമോ കെയർ അധ്യക്ഷനായ പരിപാടിയിൽ കേരള മുജീബ് കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി ആക്ടർ വാണിയമ്പലം സ്വാഗതം പറഞ്ഞു. മുജീബ് പുളിക്കൽ നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.